അപ്പോൾ എൻ്റെ വയസ്സിലൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലേ ഉണ്ടാവും. എൻ്റെ അനിയത്തിൻ്റെ കല്യാണമായിട്ട് ഞാൻ വന്നേക്കാട്ടായിരുന്നാലോടൊക്കെ. അപ്പോൾ ഉണ്ട് എൻ്റെ വാപ്പ വലിയൊരു മീൻ ബ്യൂട്ടീഷ്യൻ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും വലിയൊരു മീൻ കൊണ്ട് വന്നിരിക്കണം. പകുതി കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ചെതമ്പൽ കളയൽ. അതാണല്ലോ ഇതിൻ്റെ മെയിൻ പണി. ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെതമ്പൽ കളയാൻ. അതെന്തായാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഓടി വന്നു, ഫോൺ എടുക്ക് മക്കളൊക്കെ ഓടിപ്പിച്ച് ഫോണൊക്കെ ഇവിടെ നിങ്ങാണ്ടൊക്കെ തപ്പി പിടിച്ചെടുത്ത് വേഗം പോയി ഒരു വീഡിയോ വന്നു. അപ്പോഴാണ് ഒരു ആശ്വാസമായത്. അങ്ങനെ മീനിൻ്റെ തല കളയാൻ തന്നെ വിടുന്ന പാടുണ്ടാവും. ഒന്നാമത് കത്തിക്ക് മൂർച്ചയുണ്ടായിരുന്നില്ല, രണ്ടാമത് ഈ മീനിൻ്റെ മുള്ളെന്ന് പറഞ്ഞാൽ പോരെ, എല്ലെന്ന് പറയണം, അത്രയും കട്ടിയുണ്ടായിരുന്നു. കട്ടിലായിരുന്നു കേട്ടോ മീൻ. കാരണം ഇത് നന്നാക്കണ ആളിത് കഴിക്കില്ല, അത് വേറെ കാര്യം. പക്ഷേ എങ്ങനെ വേണേലും നന്നാക്കി തരും. ആൾക്ക് നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കഴിക്കില്ല. ആളെന്ന് പറയണത് എൻ്റെ വാപ്പിച്ചിയാണ്, എൻ്റെ പിതാശ്രീ. അങ്ങനെ എൻ്റെ മക്കൾ ചുറ്റും നിന്ന് അയ്യോ ഞങ്ങൾ വാപ്പിച്ചിട്ട് കഴിയുമ്പോൾ മീനിൻ്റെ മുള്ളായി അങ്ങനായി ഇങ്ങനായി എന്നൊക്കെ പറഞ്ഞ് കപ്പൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താ സ്നേഹം! അത് സ്നേഹമൊന്നല്ല, മീനിൻ്റെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ്. വേറെ സ്നേഹം വേറെ സൈഡ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ അല്ലേ മക്കൾ. അങ്ങനെ മീനിൻ്റെ കുടലൊക്കെ വലിച്ച് പുറത്തിടുമ്പോൾ ഭയങ്കര ഒച്ചെങ്കിലൊക്കെ ഉണ്ടായിരുന്നു. അത് ആ ഭാഗത്ത് അങ്ങനെ നിൽക്കട്ടെ. ഒരാൾക്ക് തൊഴിലും കൊടുത്തിട്ടുണ്ടായില്ല വാപ്പ പണിയെടുക്കണമായിരുന്നു. പിന്നെ 3-4 കഷ്ണമൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്യാൻ നിന്നത്. കാരണം അത്രയും വലിയ മീനായിരുന്നു, നല്ല ഫാറ്റ് ഉണ്ടായിരുന്നു, തൊലിയൊക്കെ നല്ല കട്ടിയുണ്ടായിരുന്നു. തൊലി ഫസ്റ്റൊന്നും കളയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അത്രയും ഭയങ്കര ഒരു ഉറപ്പായിരുന്നു മീനിന്. പിടിച്ചിട്ടൊന്നും പ്ലിങ്ങണമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വാപ്പാക്ക് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ആൾ തന്നെയാണ് വീട്ടിൽ വലിയ മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വാപ്പ തന്നെയാണ് മിക്കതും നന്നാക്കാറുള്ളത്. അടിപൊളിയായിട്ട് ചെത്താറുണ്ട്. പക്ഷേ ഈ കത്തി വാപ്പാക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അറവുകാരൻ അംസാടെ മോൻ അങ്ങനെ തൂക്കാൻ പാടുണ്ട്. ആ ഒരു മീനിൻ്റെ മുമ്പിൽ ഇത്രയും വലിയ പോത്തിനെ വെട്ടണ വാപ്പാക്ക് എന്ത് മീൻ. അങ്ങനെ കഷ്ണമാക്കി നല്ല എന്താ പറയുക ഇറച്ചി കഷ്ണം പോലെ ആക്കി. അപ്പോൾ കുഞ്ഞാക്കണമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, നഷ്ടക്കച്ചവടമാവും തിന്നണ ആൾക്ക് എന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ ഓരോ തമാശകൾ. പിന്നെ ഓരോരുത്തർ നോക്കിയിട്ടുണ്ടായി വിമി നന്നാക്കിയത് വാപ്പയും ക്രെഡിറ്റ് കൊണ്ടുപോകണത് മോളും ആവുമെന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ ആ കൃത്യത്തിനൊന്നും നിന്നില്ല, ലാസ്റ്റത്തെ കഴുകലിന് മാത്രം നിന്നുള്ളൂ. അങ്ങനെ ഇതിൻ്റെ സ്കിന്ന് പൊളിക്കണതാണ് നല്ല രസമായിട്ടതേ കണ്ട. ഇത് സ്ലോയിൽ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വേറെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. കണ്ട സ്കിന്ന് ഇങ്ങനെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായി സ്കിന്ന് പൊളിക്കണത്. ഫസ്റ്റ് ടൈമിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടില്ല, ലാസ്റ്റ് ആയപ്പോൾ കിട്ടി തുടങ്ങി. അപ്പം അതായത് കത്തിയും കയ്യും വഴങ്ങി തുടങ്ങി നോക്കാം. എൻ്റെ പൊന്നോ. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ പാപ്പാക്ക് മടിയായിട്ട് പാപ്പ കഷ്ണം അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ. എന്നാലും നല്ല ഇറച്ചി കഷ്ണം പോലത്തെ കഷ്ണങ്ങളായിരുന്നു. പിന്നെ അതേ കണ്ട എൻ്റെ കൈകളാണ് ആ കഴുകുന്നത്. അത് കാരണം എന്ത് വെളുപ്പം പറ്റിയില്ലേ. ഞാനങ്ങോട്ട് കൈ വെച്ച എന്താ ബർക്കത്ത്, അത് വേറെ തന്നെ. അയ്യോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.